നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ആർട്ട് ഓഫ് ലിവിംഗ് ചേലക്കരയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 21 ലോക ധ്യാന ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് സമൂഹ ധ്യാനം സംഘടിപ്പിച്ചു. ഡിസംബർ 21 ലോക ധ്യാന ദിനമായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഗുരുദേവ് രവിശങ്കർജി ലോക ധ്യാന ദിനം UN ആസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യുന്ന അതേ ദിവസം ആർട്ട് ഓഫ് ലിവിംഗ് ചേലക്കരയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് 1 മണിക്കൂറോളം നീളുന്ന സമൂഹ ധ്യാനം സംഘടിപ്പിച്ചു. ചേലക്കര വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഞാൻ സാധാരണഗതിയിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ മകനെ ഞാൻ മരിച്ചോർത്തൊന്നും കൊണ്ടുപോയി, ഒരു അപകടം നടന്നാലോ മരിച്ചോർത്തിട്ട് ഞാൻ കൊണ്ടുപോകാറില്ല. പക്ഷെ ഞാൻ തീരുമാനം പിന്നെ മാറ്റി. നിർബന്ധമായും മരിച്ച വീട്ടിൽ പോകണം. തൂങ്ങി മരണങ്ങൾ നമ്മൾ കാണണം, അപകടങ്ങൾ നമ്മൾ കാണണം. അപ്പം ജീവിതത്തിൽ സുഖം മാത്രമല്ല, ദുഃഖങ്ങളുണ്ടാവും, വെല്ലുവിളികളുണ്ടാവും. അതിനൊക്കെ നേരിടണമെങ്കിൽ തീർച്ചയായും ശ്രീ രവിശങ്കറുടെ പാത നമ്മൾ കൊണ്ടുപോകണം. നമുക്ക് അമ്പലത്തിൽ എല്ലാ ദിവസവും നമ്മൾ അമ്പലത്തിൽ പോകണമെന്നുണ്ടോ? ആഴ്ചയിൽ പോകണമെന്ന് നിർബന്ധമുണ്ടോ? വർഷത്തിൽ പോകണമെന്ന് നിർബന്ധമുണ്ടോ? നമ്മുടെ ഇടയിൽ നിരീശ്വര വിശ്വാസികളുണ്ട്. പക്ഷെ ഈശ്വര വിശ്വാസം അതൊക്കെ എന്താ വെച്ചാൽ ഏത് മതം, അതുപോലെ ഖുറാനായാലും ശരി, ഏത് മതം പറയുന്നതൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും ചില നിമിഷങ്ങൾ, ഇപ്പം എനിക്ക് തന്നെ പലപ്പോഴും ചില നിമിഷങ്ങൾ മനസ്സുകൾ പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പം ആ ഒരു മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ആ നിമിഷം കൊണ്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ചിന്തിക്കില്ലേ? ഇപ്പോൾ ഒരുത്തനെ എന്തായാലും അങ്ങനെയൊക്കെയാണ്. ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ മാനസികാവസ്ഥ മാറുമ്പോഴാണ് തൂങ്ങി മരണം, അപകട മരണങ്ങൾ ഒക്കെ വരുന്നത്. അപകട മരണങ്ങൾ തന്നെയാണ്. ചിലപ്പോൾ ടൂ വീലറിന് ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ ചിന്ത, ആ ബോധം ചിലപ്പോൾ വേറെ എവിടെയില്ലാവും. പെട്ടെന്ന് അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മോചനം കിട്ടണമെങ്കിൽ നമ്മൾ മാനസികമായ ഒരു കരുത്ത് നമുക്ക് ആർജിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപിക രേഖ ആർ മേനോൻ ധ്യാനത്തിന് നേതൃത്വം നൽകി. ആർട്ട് ഓഫ് ലിവിംഗ് പ്രതിനിധി ജയറാം പങ്കെടുത്ത് സംസാരിച്ചു. ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗയും ധ്യാനവും പ്രയോജനപ്പെടുത്താൻ ആളുകൾക്ക് പ്രചോദനമായി മാറി ചേലക്കര ആർട്ട് ഓഫ് ലിവിംഗിന്റെ പ്രവർത്തകർ. ഒരുപാട് സന്തോഷം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് ലിവിങ്ങിനെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനിക്കുന്ന നിമിഷമാണ്. കാരണം 2015 യോഗ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഈ വർഷം ഡിസംബർ 21 ധ്യാന ദിനമായി, ലോക ധ്യാന ദിനമായി UN അംഗീകരിച്ചിരിക്കുക. അപ്പം നമുക്ക് ലോകം മുഴുവൻ ധ്യാനത്തെ അംഗീകരിച്ചൊരു ദിവസമാണെന്ന്. അപ്പോൾ ഇന്ന് ലോകം മുഴുവനുള്ള ആർട്ട് ഓഫ് ലിവിംഗ് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം. കാരണം ആർട്ട് ഓഫ് ലിവിംഗ് ശ്രീ ഗുരുദേവിൻ്റെ ഒരുപാട് കാലത്തെ എഫേർട്ടാണ് ഇന്നത്തെ ദിവസത്തെ പ്രഖ്യാപനം. അത് ഗുരുദേവോട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ വളരെ അഭിമാനത്തോടെ പറയണം. അപ്പോൾ ഗുരുദേവ് ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ സമയവും നമ്മുടെ സമയവും തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് നമുക്ക് രാത്രി 8 മണിക്ക് അത് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ധ്യാനം? പലർക്കും പല കൺഫ്യൂഷൻസാണ് അല്ലേ? എന്താണ് ധ്യാനം ശരിക്കും? ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്രമം. നിങ്ങൾ തന്നെ പറയണം, ഞാനല്ല. എന്താണ് ധ്യാനം? വിശ്രമം. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ചെയ്യാതിരിക്കും. പിന്നെ ചിന്താഗതികളെ വിട്ടു നിൽക്കുന്ന അവസ്ഥ. പല പല ഉത്തരങ്ങളാണ്. ശരിക്ക് വിശ്രമം എന്ന് പറയുന്നത് ധ്യാനത്തിന്റെ റിസൾട്ടാണ്. CCV ന്യൂസ് ചേലക്കര.